ക്ലാസ്സിൽ നമുക്ക് ബേസിക് സയൻസിൽ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ആസിഡ്സ് ആൻഡ് ബേസസ് അല്ലെങ്കിൽ ആസിഡുകളും ബേസുകളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാലോ? എന്നാൽ ദാ പിടിച്ചോ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം. Examine the statements given below. Classify them on the basis of properties of acids and bases. അതായത് നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അത് ആസിഡിന്റെ പ്രോപ്പർട്ടി ആണോ ബേസിന്റെ പ്രോപ്പർട്ടി ആണോ എന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. നോക്ക്, ഹാസ് സവർ ടേസ്റ്റ്, പുളി രുചിയുണ്ട്. ആരെ കഴിക്കുമ്പോഴായിരുന്നു മക്കളെ നമുക്ക് പുളി രുചി അനുഭവപ്പെട്ടത്? ഓർമ്മയുണ്ടോ? അത് ആസിഡുകൾ കഴിക്കുമ്പോഴായിരുന്നു അല്ലെ. ആസിഡുകൾക്ക് പുളി രുചിയുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ദേ പിടിച്ചോ, ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? ഇത് ആസിഡിന്റെ പ്രോപ്പർട്ടിയാണ്. നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ അല്ല, സ്റ്റേറ്റ്മെന്റ്. ടേൺസ് ടു പിങ്ക് വെൻ ഫിനോഫ്തലിൻ ഈസ് ആഡഡ്. അതായത് ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോ നമ്മളുടെ ആൾ എന്ത് കളറായിട്ട് മാറിയിടാ? പിങ്ക് കളറായിട്ട് മാറി. ഇത് പഠിക്കാൻ നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു? നമ്മളുടെ ഫിനോഫ്തലിൻ ഫിനോ എന്താ ചെയ്തത്? ബേസിനെ കണ്ടപ്പോ നാണിച്ച് പിങ്ക് ആയി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ബേസിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ബേസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫിനോഫ്തലിൻ എന്ത് കളറായിട്ട് മാറുന്നത്? പിങ്ക് കളറായിട്ട് മാറുന്നത്. അപ്പൊ ഇത് ആരുടെ പ്രോപ്പർട്ടിയാ? ഇത് ബേസിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സ്ലിപ്പറി, വഴുവഴുപ്പുണ്ട്. തൊടുന്ന സമയത്ത് നല്ല വഴുവഴുപ്പുണ്ട്. വഴുവഴുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരിക സോപ്പിനെ ആയിരിക്കും അല്ലെ. സോപ്പ് തൊടുമ്പോ എങ്ങനെയായിരിക്കും? ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും അല്ലെ. ഈ സോപ്പ് എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണോ ബേസ് ആണോ? അതൊരു ബേസ് ആണ് അല്ലെ. അപ്പൊ ഇവർ ആരെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക? ഇത് ബേസിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ കണ്ണും പൂട്ടി എഴുതിക്കോ, ഇത് ബേസിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്നാ നമ്മൾ ഇതാ പോകുന്നു നമ്മളുടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക്. നോക്ക്, ടേൺസ് ടു പിങ്ക് വെൻ മീഥൈൽ ഓറഞ്ച് ഇസ് ആഡഡ്. അതായത് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുന്ന സമയത്ത് ഇളം പിങ്ക് ആയി മാറുന്നുണ്ട്. അത് ആരുടെ പ്രോപ്പർട്ടിയാ? അത് ആസിഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അത് ആസിഡിന്റെ പ്രോപ്പർട്ടി. ആസിഡ് മീഥൈൽ ഓറഞ്ചിൽ റെഡിഷ് പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. യെസ്, ഇനി നമ്മൾ ഇതാ പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ടേൺസ് ദ കളർ ഓഫ് പതിമുഖം വാട്ടർ ഇൻടു യെല്ലോ. ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ നമ്മുടെ ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, സോ പതിമുഖത്തിന്റെ കളറ് ഒരു പിങ്ക് ആയിരുന്നു അല്ലെ. സോ ഒരാൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ പിങ്ക് കളർ യെല്ലോ ആയിട്ട് മാറി. അത് ആരുടെ പ്രോപ്പർട്ടിയാണ്? അത് ആസിഡുകളുടെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്താണ് പിങ്കിൽ നിന്ന് എന്തായിട്ട് മാറുന്നത്? യെല്ലോ ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പൊ ഇത് ആരെ പറ്റിയിട്ടാ പറയുന്നേ? ആസിഡിനെ പറ്റിയിട്ടാ പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. അതായത് ചുവപ്പ് ലിറ്റ്മസ് നീല ലിറ്റ്മസ് ആയിട്ട് മാറുന്നു. ബ്ലൂ ബേസ്, അങ്ങനെ ഓർക്കാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റെഡ് ബ്ലൂ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ആരാണ്? അത് ബേസ് ആണ്. ഓക്കെ, ബേസ് ആണ്. ഇത് ബേസിന്റെ പ്രോപ്പർട്ടി ആട്ടോ, ബേസിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനി നോക്ക്, റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. ആരായിരുന്നു നമ്മളുടെ മെറ്റൽസിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസിനെ തരുന്നത്? അത് നമ്മൾ ആസിഡുകളായിരുന്നു അല്ലെ. സോ ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? ഇത് ആസിഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനി നോക്ക്, ലാസ്റ്റ് വൺ, ഹാസ് ആൽക്കലൈൻ ടേസ്റ്റ്. കാരരുചിയുണ്ട്. കാരരുചി ആർക്കായിരുന്നു ഉള്ളത്? അത് ബേസിനായിരുന്നു ഉള്ളത്. സിമ്പിൾ അല്ലേ? സോ ഈ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിലൂടെ നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ പഠിച്ചു അല്ലെ. കുറച്ച് സൂചകങ്ങളും അതിന്റെ കളർ ചേഞ്ച് പഠിച്ചു. പിന്നെ ആസിഡ് മെറ്റലിനായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുമെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ക്വസ്റ്റ്യൻ നല്ല സൂക്ഷിച്ച് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ എഴുതുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോടാ. ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. നോക്ക്, the details of an experiment conducted in class using 3 solutions are given below. അതായത് ഒരു ക്ലാസ്സിൽ 3 ലൈനുകൾ വെച്ചിട്ട് അതിലൊരു എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഈ തന്നിരിക്കുന്നത്. എന്താണ് ആദ്യത്തെ റിസൾട്ട്? ലൈനി 1 ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോ അത് നീലയായിട്ട് മാറി. അതാരാടാ? റെഡ് ലിറ്റ്മസ് നീലയാവുന്നത്, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആവുന്നത് എപ്പോഴും ബേസ് ആണ് അല്ലെ. ബ്ലൂ കിട്ടുന്നുണ്ടോ? ബ്ലൂ ബേസ്, BB, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യമേ പറയാം ഇതൊരു ബേസ് കാണിക്കുന്ന സ്വഭാവമാണ് അല്ലെ. കണ്ണും പൂട്ടി നമുക്ക് പറയാം. ഇനി അടുത്ത സെന്റൻസ് വായിച്ചേ. When turmeric was added, the color of solution 2 turned red. അതായത് അല്പം മഞ്ഞൾ, ഓക്കെ, അല്പം മഞ്ഞൾ ചേർത്തപ്പോൾ ലായനി 2ന്റെ നിറം ചുവപ്പായിട്ട് മാറി. അതാരാണ്?
നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് മഞ്ഞക്കറൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് സോപ്പ് തേച്ച് കഴിഞ്ഞാൽ അത് റെഡ് ആയി മാറും. അങ്ങനത്തെ ലൈക് എക്സ്പെരിമെന്റ് അല്ല, ഒരു കാര്യമൊക്കെ മിസ് പറഞ്ഞിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെ. സോ സോപ്പ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. അപ്പൊ ഇത് ആരെ പറ്റിയിട്ടാ പറയുന്നേ? ഇതൊരു ബേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്ക്. when phenolphthalein was added the color of solution 3 turned pink. അതായത് നമ്മുടെ സൊല്യൂഷൻ, നമ്മുടെ മൂന്നാമത്തെ ലൈനിലേക്ക് കുറച്ച് ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോ അത് പിങ്ക് കളറായി. നേരത്തെ പറഞ്ഞ കോഡ് ഓർക്കുക, ബേസിന്റെ പ്രസൻസിലാണ് അത് പിങ്ക് നിറാവുന്നത് അല്ലെ. അപ്പൊ ഇതാരെ പറ്റിയിട്ടാ പറയുന്നേ? ഇത് ബേസിനെ പറ്റിയിട്ടാ പറയുന്നേ. ഓക്കെ, ഇത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സെലക്ട് ദ ഗ്രൂപ്പ് ദാറ്റ് ഇസ് ലൈക്ലി ടു ബി ദ ക്യാരക്ടറിസ്റ്റിക് സൊല്യൂഷൻസ് ഓഫ് 1, 2 and 3. അതായത് 1, 2, 3 എന്നീ ലൈനുകളുടെ സ്വഭാവമാകാൻ സാധ്യതയുള്ളതിനെ തെരഞ്ഞെടുത്ത് എഴുതുക. മൂന്നും ബേസിനെ പറ്റിയിട്ടാ പറയുന്നത്. അതായത് ആദ്യത്തെ ആള് ബേസ്, രണ്ടാമത്തെ ആള് ബേസ്, മൂന്നാമത്തെ ആള് ബേസ്. കണ്ണും പൂട്ടി എഴുതിക്കോ, ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി. മൂന്നും ബേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എളുപ്പമല്ലേ? ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്ക്, ഇവിടെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഈ ആക്ടിവിറ്റിയിൽ സംഭവിക്കുന്നത്? ദേ ഇവിടെ ഒരു ബോട്ടിൽ ഉണ്ട്. ഓക്കെ, ആ ഗ്ലാസ് ബോട്ടിൽ കുറച്ച് സിങ്ക് ഉണ്ട്. സിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റൽ ആണെന്ന് നമുക്കറിയാം അല്ലെ. അതില് ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. അപ്പൊ ഒരു മെറ്റലും ആസിഡും ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ആ മെറ്റലിലേക്ക് നമ്മൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്ത സമയത്ത് കുറെ ബബിൾസ് നിങ്ങൾക്ക് കാണാനുണ്ടോ? അതിന്റെ അർത്ഥം അവിടെ എന്തോ ഒരു വാതകം ഉണ്ടാവുന്നുണ്ട്, ഒരു ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. ആ ഗ്യാസ് ഇങ്ങനെ പോയി 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 നോക്കിയേ, ഈ ബോട്ടിലിന്റെ മുകളില് ഒരു ബലൂൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബലൂൺ തന്നെ വീർത്തു. ആ ബലൂൺ തന്നെ വീർക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞിട്ടാവണമല്ലോ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, did you observe the figure? Which gas is filled in the balloon? ഈ ബലൂണില് ഫിൽ ആയിട്ടുള്ള വാതകം ഏതാണ്? നോക്കിയടാ, ഇവിടെ ഒരു മെറ്റൽ അല്ലേ, ഇതൊരു ആസിഡ് അല്ലേ. മെറ്റലും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മെറ്റലും ആസിഡും റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുക. അപ്പൊ ഇവിടെ ഉണ്ടായ വാതകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, അതായതാണ് അത് ഹൈഡ്രജൻ ആണ്. ഇനി നോക്ക്, what are the properties of the gas filled in the balloon? മീൻസ് ഹൈഡ്രജൻ ഇങ്ങനെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിക്കാലോ. ഇത് ഹൈഡ്രജൻ ആണ്. ഇനി what are the properties of the gas filled in the balloon? നമുക്ക് ഹൈഡ്രജനെ പറ്റിയിട്ട് ഒരു കാര്യം വളരെ പെട്ടെന്ന് പറയാം. അതെന്താ? അത് കത്തുന്ന ഒരു വാതകമാണ് അല്ലെ. അത് കത്തുന്ന ഒരു വാതകമാണ്. പിന്നെ അത് മാത്രമല്ല, അതിന് പ്രത്യേകിച്ച് നിറമോ അല്ലെങ്കിൽ എന്താ മണമോ ഒന്നും ഇല്ലാത്ത ഒരു ഗ്യാസ് ആണ് അല്ലെ. ഇതാണ് കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ മെറ്റലും അതേപോലെ തന്നെ ആസിഡും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ എന്നങ്ങോട്ട് ആലോചിക്കുക, അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനുണ്ട്. അപ്പൊ ആരും മറക്കാതെ എന്ത് ചെയ്യുക, ഇന്നത്തെ ലൈവില് ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിയിട്ട് വരിക. നമുക്ക് ഇന്നത്തെ ബേസിക് സയൻസിന്റെ ലൈവ് എന്ത് ചെയ്യാം, അടിച്ചു പൊളിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.